നമുക്ക് ഒരുപാട് നോർമൽ മെസ്സേജുകൾ വരും. ഈ വരുന്ന മെസ്സേജുകളിൽ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ ഒരുപാടുണ്ടാവും. സർവീസ് മെസ്സേജ് ഉണ്ടാവും, പ്രൊമോഷൻ മെസ്സേജ് ഉണ്ടാവും, അതുപോലെ ട്രാൻസാക്ഷൻ മെസ്സേജ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജുകൾ ഉണ്ടാവും. എന്നാൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സ്പാം മെസ്സേജാണ് അല്ലെങ്കിൽ പ്രൊമോഷൻ മെസ്സേജാണെന്ന് എങ്ങനെ തിരിച്ചറിയുക? അതിനൊരു വഴിയുണ്ട് കേട്ടോ. നിങ്ങൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെസ്സേജിൻ്റെയും കൂടെ എഴുതിയിട്ടുണ്ടാവും, പി എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലതിന് എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലതിന് ടി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ പി എന്ന് എഴുതിയത് പ്രൊമോഷൻ മെസ്സേജാണ്, അത് നമുക്ക് ആവശ്യമില്ല, പ്രൊമോഷൻ മെസ്സേജാണ്. എസ് എന്ന് എഴുതിയ സർവീസ് മെസ്സേജാണ്, അതായത് നമ്മൾ ഏത് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് അവരെ സർവീസ് പ്രൊവൈഡറെ സർവീസ് മെസ്സേജാണ് ആ വരുന്നത്. പിന്നെ ടി എന്ന് എഴുതിയ ട്രാൻസാക്ഷൻ, ബാങ്കായിട്ടുമൊക്കെ ബന്ധപ്പെട്ട നമ്മളെ ട്രാൻസാക്ഷൻ ആപ്പുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മെസ്സേജുകളാണ് ഈ ടി എന്ന് എഴുതിയ വരുന്നത്. ഈ നമ്മൾ റീചാർജ് ചെയ്താലൊക്കെ ടി എന്നുള്ള മെസ്സേജാണ് വരിക. അപ്പോൾ ആ അക്ഷരങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് നമുക്ക് ആവശ്യമുള്ള മെസ്സേജാണോ, സ്പാം മെസ്സേജാണോ, പ്രൊമോഷൻ മെസ്സേജ് ആവുമെന്ന് മനസ്സിലാക്കട്ടോ. നിങ്ങൾക്ക് അറിയാനോ? ഇത് കുറേ മുന്നേ ഉള്ള പരിപാടിയാട്ടോ. അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്, അറിയാത്ത ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.